അടുത്തത് തുലാക്കൂറാണ്. ചിത്തിരയുടെ അവസാനത്തെ ഒന്നും മൂന്നും നാലും പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. 5-ാം ഭാവത്തിൽ ഗ്രഹയോഗങ്ങൾ വരുന്നുണ്ട്. സൃഷ്ടിപരമായിട്ടുള്ള മേഖലയിൽ അംഗീകാരങ്ങളൊക്കെ കിട്ടാവുന്ന കാലമാണ്. പ്രത്യേകിച്ച് ജേർണലിസം അങ്ങനെയുള്ള, അതുപോലെ വീഡിയോഗ്രാഫി അങ്ങനെയുള്ള ജോലികൾ, പ്രസൻറ്റേഷൻ എഴുതുക, ഇങ്ങനെയുള്ള ജോലികളിലും മറ്റും ഏർപ്പെടുന്നവർക്ക് ഒരു പ്രവർത്തന വിജയം ഉണ്ടാവുന്നതാണ്. കലാപരമായിട്ടുള്ള ജോലികൾക്കും ചില അംഗീകാരങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് സാമാന്യം തിരക്കേടില്ലാത്ത വരുമാനം ഉണ്ടാകും. ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഈ കാലത്തുണ്ടാകാവുന്നത്. ആരോഗ്യപരമായിട്ട് മാനസിക അവസ്ഥ സൂക്ഷിക്കേണ്ടതാണ്. ആ മാനസിക സന്തുലിതാവസ്ഥ അപ്കീപ്പ് ചെയ്യാൻ സാധിക്കാതെ വരുന്നത് കൊണ്ടുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലും കുറച്ച് ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉണ്ടാകും. മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ കുറച്ചുകൂടെ തീവ്രമാകും, ഊഷ്മളമാകും. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ലക്ഷ്മി പൂജ നടത്തുക. മഹാലക്ഷ്മി ക്ഷേത്രം അഥവാ ലക്ഷ്മി സഹിതനായിട്ടുള്ള മഹാവിഷ്ണുവിനെ പൂജ നടത്തുക, അവിടെ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ലക്ഷ്മി സ്തവം ജപിക്കുന്നതും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ സംഗീതാദി കാര്യങ്ങൾ, സംഗീതം കൊണ്ടുള്ള ഭജന, ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം തരും.